ഇങ്ങനെ നബിദിനാഘോഷത്തിന് കൊടി പിടിച്ച് നടക്കാൻ എന്താ തെളിവ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തേക്കണോ? റബീഉൽ അവ്വൽ 12-ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോളിൽ ഇങ്ങനെ കൊടി പിടിച്ച് നടന്നിട്ടുണ്ടോ? മറുപടി, കൊടി പിടിച്ചിട്ടില്ല. നബി തങ്ങളെ തന്നെ തോളിലേറ്റിയാ നടന്നത്. പിന്നെ കൊടി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കത് കിട്ടാത്തത് കൊണ്ട് ഒരു പ്രതീകം എന്ന നിലയ്ക്ക് മഹബത്തിന്റെ ഭാഗമായി നമ്മൾ കൊടി പിടിച്ചേ ഉള്ളൂ. സിദ്ദീഖ് തങ്ങൾ റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ ചെയ്യാൻ കഴിയൂല. ആ ചോദ്യം തന്നെ തെറ്റാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ അങ്ങനെ ചെയ്യാൻ കഴിയൂല. കാരണം അവർ നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരാണ്. മുത്തുനബി അവിടെ മുന്നിലുണ്ടാവുമ്പോ പിന്നെ മഹബത്ത് പ്രകടിപ്പിക്കാൻ നബി തങ്ങളെ നിങ്ങളൊന്നാണ് മാറിക്ക്, ഞങ്ങൾ റാലി എടുത്തിട്ട് എന്ന് പറഞ്ഞു വലിയ അർത്ഥമുണ്ടോ? നബി തങ്ങൾ നിങ്ങൾ നടത്തുന്ന പോലെ റാലി നടത്തിയിട്ടുണ്ടോ? ആ ചോദ്യം തന്നെ ശരിയല്ല. നമ്മൾ എന്തുകൊണ്ടാ റാലി നടത്തുന്നത്? മുത്തുനബിയെ ഒന്ന് കാണാനാണ്, നബിതങ്ങളൊന്ന് കണ്ടുമുട്ടാനാണ്, സ്വപ്നത്തിലും യഖ്ലത്തിലും ഒന്ന് കണ്ടുകിട്ടാനാണ്, നബിതങ്ങളുടെ ചാരത്തൊന്ന് എത്താനാണ്, നബിതങ്ങളുടെ കൂടെ സ്വർഗത്തിലൊന്ന് കഴിയാനാണ്. ഇതിനാ നമ്മൾ റാലി നടത്തുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ നാളെ റാലി തീരുമാനിച്ചു. അപ്പൊ ഓമച്ചപ്പോയിൽ 7 മണിക്ക് ഒരു ഉദാഹരണം പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാല് നിങ്ങൾ റാലി നടത്താനാ നിൽക്കുക, മുത്തുനബിന്റെ അടുത്തേക്കാ പോവാ? അങ്ങോട്ടല്ലേ പോവാ? റാലിന്റെ ആവശ്യമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റാലി നടത്തില്ലേ, അത് വേറെ ചർച്ചയാണ്. അങ്ങനെ നടത്തേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? നബി തങ്ങളെ തന്നെ മുന്നിൽ കിട്ടുമ്പോ നിങ്ങളൊന്നാണ് മാറിക്ക് ഞങ്ങൾ മഹബത്തിന് റാലി എടുത്തിട്ടെ എന്ന് പറഞ്ഞത് പ്രസക്തമല്ലല്ലോ. അതുകൊണ്ട് ഇത്തരം ചോദ്യം ചോദിക്കുന്നവർ വിവരമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു അറിയാതെ പെട്ടുപോയവരുടെ കൽബ് അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. ഇല്ലെങ്കിൽ അവരുടെ ഷർറിനെ തൊട്ട് അള്ളാഹു നമ്മുടെ കൽബിനെ അള്ളാഹു സംരക്ഷിച്ച് മരണം വരെ ഈമാനോടുകൂടെ ജീവിച്ച് മരിക്കുമ്പോൾ ആഖിബത്ത് നന്നായി മരിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ.